எங்கள் சின்ன மாமியார் வந்திருக்காங்க. எங்கள் சின்ன மாமனார், எங்கள் நாத்தனார் ஹஸ்பண்டு, அங்கே எங்கள் ரெண்டாவது மூத்தார் வந்து வீடியோ காலில் இருக்காங்க. பெரிய மூத்தார். எனக்கு வீடு அமர்க்கலமாக இருக்குது. ചിക്കൊന്നും കഴിക്കില്ലേ വൈകുന്നേരം വല്ല എന്താണ് രാവിലെ എത്തി രാവിലെ അതാ പോയി ജോലി കഴിഞ്ഞ് വന്നിരിക്കുക ജോലി കഴിഞ്ഞ് വന്നിരിക്കുക ഇല്ല അതൊന്നും അതിലൊന്നിട്ടില്ല ഒരിടാതെ കുടിക്കും. പഴുപ്പൊന്നൊക്കെ തോന്നില്ല കഷ്ടി ഞാനെന്ത് ചെയ്യാനാണ് எங்கள் சின்ன மாமியார்லாம் வந்திருக்காங்களா, ஸோ டீ போட்டாங்க, அதுக்கு வடை. എല്ലാവർക്കും ശരി അവിടെ എടുത്തിട്ട് പോവാ എന്തായത് എടുത്തു എടുക്കണ്ട പരിപ്പ് വട പരിപ്പോടലും മുട്ട എന്താവുന്നില്ല ബാബുന്ന് അതെന്താ കൊടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് നോക്കിയാൽ 200 മുകളിൽ പോയാലാണ് ഫുഡിലേക്ക് 160 ഓക്കെയാണ്. ആ ഏജ് നോക്കാണ് 200 ടച്ച് ചെയ്യാൻ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടുന്ന്
വാസനഗർ ബീച്ച് എത്ര ദൂരമുണ്ട്? ഇവിടെ മെറീന ബീച്ചിൽ പോയില്ലേ ഇവിടെ വന്നിട്ട്? ഞാൻ പോയി. ഞാൻ പോയിട്ടില്ല. ഉച്ചവരെയൊക്കെ വൈകുന്നേരം വരെ. മുളക് പച്ചമുളക് നല്ല എരിവുള്ള കീറിയിടുക, പച്ചമാങ്ങ എന്തെങ്കിലും ഇടുക. പച്ചമാങ്ങ. നല്ലോണം എല്ലാം കുഴച്ചിട്ട് ഞാനൊന്നും എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ആര് പറയാറുണ്ട് ഉപ്പ് ഇവിടെ വെക്കാൻ വേണ്ട ഉപ്പ് അതിൻ്റെ ഉള്ളിൽ അല്ലാണ്ട് വാസ്തു വേണ്ടിട്ടല്ലേ. പുതിയ വാസ്തു കണ്ടുപിടിച്ചിരിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോണ്ട് ക്ലോസറ്റ് വെക്കാൻ പാടില്ല. പണ്ട് ഈ പറമ്പിലും ഇതിലൊക്കെ പോകുമ്പോ കിഴക്കും തെക്കും നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ആൾക്കാർ. കിട്ടുന്ന സൗകര്യത്തിന് കയറി ആരെങ്കിലും പാറക്കല്ലിന്റെ പുറത്ത് കയറിയിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി. പല്ലിലേക്ക് ഓടും. ഇത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കണത് ആട്ടി അല്ല കൊടുക്കണം. നമ്മുടെ താഴെ ഉണ്ടായിരുന്നു കിഴക്കോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കിഴക്കോട്ട് അല്ല, കിഴക്കോട്ട് ഇരിക്കാൻ പാടില്ല, കിഴക്കോട്ട് പാടില്ല. അതുകൊണ്ടായിരിക്കണം കിഴക്കോട്ട് നോക്കിയിരിക്കണമെന്ന്. അതുകൊണ്ട് തരാറിക്കാതെ എല്ലാ വീട്ടുകാരും ആരുടെയൊക്കെ പാലിച്ചത് പിതൃക്കള് അതിന്റെ മുമ്പത്തെ ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്. കംപ്ലീറ്റ് താലോട്ടിടും അങ്ങനെ ഓർമ്മയും ചുടിഞ്ഞൊടിഞ്ഞു നമ്മുടെ മറ്റേ മുരിക്കിന്റെ ഒന്നുണ്ടായിരുന്നു. ഹാത്തില്ലേ അമ്മേനെ ചിരട്ട കൊണ്ട് ഇങ്ങനെ കിട്ടില്ല, അല്ല കട്ടിയിലാണ്. പണ്ടൊക്കെ ഓപ്പൺ അല്ലേ ഇതൊക്കെ, ഈ നായക്കില് വീഴിച്ചപ്പോ അന്ന് കയറ്റി കഴിഞ്ഞാൽ നായക്കില് ഒരൊറ്റ പാച്ചില അങ്ങോട്ട് പായി എന്നിട്ട് അത് പോണോളം നാറും. നമ്മുടെ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മുടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാല് ണ്ടായിരുന്നു ഒരു ഭാഗം മാത്രമേ നമ്മള് പനയിലിട്ടിരുന്നു. പനയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പനയുടെ ഭാഗത്തിയാ. എനിക്ക് എന്തോ പേടിയെന്നറിയാൻ പോയി. മുരിക്കിന്റെ അതിന് വേറെ കാര്യം ഞാൻ എന്ത് ചെയ്യുന്ന ഒരു കമ്പ് കുത്തി ഊന്നിട്ട് അതിൽ പിടിച്ചോളൂ. അല്ല, ഈ മറച്ചു കെട്ടിയതിന്റെ കാലുമ്പിലെ പിടിച്ചിരിക്കേ. അത് പിടിച്ചാ മറയും കൂടി വെച്ച് പോരും. ശരിക്കും വേറെ സൂത്രം കാണിച്ചാൽ കുറച്ച് വീതിയുള്ള പാല കിട്ടാൻ മതിയായിരുന്നു. എന്നാലും വീതിയുള്ള പാലായാലും കാലിന്റെ അറ്റം വന്നിട്ട് ഇത് ബാക്കിൽ പോടല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലേ? ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇടുന്നത്. മനസ്സിലായി. അറ്റത്ത് രണ്ടെണ്ണം ഒരു ഇരിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബാക്കി ഇവിടെ പോയാണ് അതിലെ വീണത്. അത് അതായത് ഇങ്ങനെ നമ്മള് ബാക്കി ഇങ്ങനെ ഡയറിയും പോലെ ബാലൻസ് ഇരിക്കുമ്പോ ബാലൻസ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പോകും. അത് രതീഷിന്റെ കല്ലെറിഞ്ഞാണ്. രതീഷ് അപ്പുറത്തിരിക്കുന്നത് കല്ലെറിഞ്ഞാണ്. ഉള്ള ട്രൗസർ താഴെ കിട്ടുന്നത് നേരത്തെ അങ്ങനെ ബാലൻസ് തെറ്റി അങ്ങനെ പോയി നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ചിരട്ടയിൽ വാരിയത് നിങ്ങളില്ല. നിങ്ങളല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാ നാട്ടിക്ക് നല്ല ഒറ്റയ്ക്ക് നിൽക്കലെന്നപ്പോ ഞാൻ നിങ്ങളവിടെ ഉണ്ടായിരുന്നപ്പോ അന്ന് ഒരു പ്രാവശ്യം മൂന്ന്, പിന്നെ രണ്ടാമത് കാല് ഒരു പ്രാവശ്യം ഉള്ളിക്ക് ടെൻഷനാണ്. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ പോയപ്പോൾ അവിടെ ഈ പറമ്പിൽ പോയിരുന്നപ്പോ ചൊറിയണത്തിന്റെ വലിയ ശല്യം ഉണ്ടായിരുന്നു.